തെരഞ്ഞെടുക്കുമ്പോൾ തെരഞ്ഞെടുക്കാൻ നല്ലത് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകൾ തന്നെയാണ്. എന്നാൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 3 മാസത്തെയും 6 മാസത്തെയും 1 വർഷത്തെയും കോഴ്സുകൾ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളിലുണ്ട്. എന്താണ് അത് തമ്മിലുള്ള വ്യത്യാസം എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തീർച്ചയായിട്ടും അതിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 3 മാസത്തെ കാലയളവ് കൊണ്ട് ചിലപ്പോൾ ഒരാൾക്ക് വേണ്ടത്ര ട്രാൻസ്ഫോർമേഷനും വേണ്ടത്ര കാര്യങ്ങൾ ചെയ്യാനുമുള്ള പ്രാപ്തി നേടിയെടുക്കാൻ സാധിച്ചോളണമെന്നില്ല. 6 മാസത്തെ കാലം കൊണ്ട് ഒരു വിധം ആളുകൾക്കെല്ലാം ഇത് നേടിയെടുക്കാൻ സാധിക്കും. ചിലപ്പോൾ ചില ആളുകൾക്ക് 6 മാസത്തെ കാലം കൊണ്ടും സാധിക്കാത്തവർക്ക് തീർച്ചയായിട്ടും 1 വർഷത്തെ സമയം കൊണ്ട് അയാൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇതാണ് ഇവ തമ്മിലുള്ള ഒരു വ്യത്യാസം. രണ്ടാമത്തെ വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ, സാധാരണ നമുക്ക് ഒരു ചെറിയ ഓഫീസിലോ ചെറിയ രീതിയിലുള്ള ഒരു ജോബ് പ്രൊഫൈൽ മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളൂ എന്നുണ്ടെങ്കിൽ അയാൾക്ക് 3 മാസത്തെ കോഴ്സ് തന്നെ ധാരാളമായിരിക്കും. എന്നാൽ നമുക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വിദേശ രാജ്യത്തേക്കോ അല്ലെങ്കിൽ മറ്റുള്ള നല്ല കമ്പനികളിലോ ജോലി ചെയ്യണമെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നല്ലൊരു പൊസിഷൻ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡിപ്ലോമ കോഴ്സുകൾ തന്നെയാണ് ഉചിതം. അതുമല്ല, അതിലും കൂടുതലുള്ള ഒരു പൊസിഷനിലേക്കാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 1 വർഷത്തെ കോഴ്സ് ചെയ്യലാണ് ഏറ്റവും മികച്ചത് എന്നാണ് ഈ കോഴ്സുകൾ തമ്മിലുള്ള വ്യത്യാസം. ഈ കാലയളവ് പോലെ തന്നെ എല്ലാത്തിൻ്റെയും അകത്ത് അതിൻ്റെ കണ്ടന്റുകളിലും അതിൻ്റെ പ്രവർത്തികളിലും ആക്ടിവിറ്റികളിലും അതുപോലെ പഠിക്കാനുള്ളതിൻ്റെ കാര്യത്തിലും ചെയ്യാനുള്ള കാര്യത്തിലും ആക്ഷൻ ആക്കാനുള്ള കാര്യത്തിലും എല്ലാം വളരെ വ്യത്യാസമുണ്ട്. ഈ 3 കോഴ്സുകളിലും ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാലയളവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വളരെ ചെറിയ കോഴ്സുകൾക്ക് 3 മാസ കാലയളവിലുള്ള കോഴ്സുകൾക്ക് അതിൻ്റെതായ രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ കോഴ്സുകളും 6 മാസത്തിൽ അതിൻ്റെ രൂപത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ കോഴ്സുകളും 1 വർഷത്തിൽ അതിലും കുറച്ചുകൂടെ മികച്ച രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ കോഴ്സുകളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാലം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ നമ്മളുടെ ലക്ഷ്യത്തിൻ്റെ ഉയരം എത്രയാണോ അതനുസരിച്ചാണ് നമ്മൾ ഈ കോഴ്സുകൾ തിരഞ്ഞെടുക്കേണ്ടത്. അല്ലാതെ അതിൻ്റെ ഫീസിലോ ഡ്യൂറേഷനിലോ മാത്രമല്ല കാര്യം, കണ്ടന്റിലോ മാത്രമല്ല കാര്യം, അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിൽ വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് അതും കൂടി മനസ്സിലാക്കൽ നിർബന്ധമാണ്.